ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ആണ്. മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ n പാർട്ടിക്കിൾസാണ് ഒരു 3n ഡയമെൻഷനിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഒക്യൂർ ചെയ്യുന്നത്. അപ്പോൾ 3n ഡയമെൻഷനിലുള്ള ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ്. സപ്പോസ് ഞാനിവിടെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് ഒരു മോണോ ആറ്റോമിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് n = 1. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത് 3 ആയിട്ട് ഇറ്റ് വിൽ ബി ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഒരു മോണോ ആറ്റോമിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ കേസിലുള്ള വോളിയം കൺസിഡർ ചെയ്യാൻ വേണ്ടി വോളിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഇൻ്റഗ്രൽ d3nq d3np എന്നതാണ് നമ്മുടെ റിലേഷൻ. ഈ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വോളിയം, അതായത് നമ്മുടെ ഫേസ് സ്പേസിൻ്റെ വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒമേഗ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, എത്ര വരെ ഇൻ്റഗ്രൽ ഉണ്ടാവും, 6n ഇൻ്റഗ്രൽ ഉണ്ടാവും. അതായത് 3n ഫോർ പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് 3n ഫോർ മൊമെൻറ്റം കോർഡിനേറ്റ്. അങ്ങനെ 6n കോർഡിനേറ്റ് ഇൻ്റഗ്രേഷൻ വരുന്ന ഒരു വാല്യൂ ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആർ കൺഫൈൻഡ്, ഓൾ പാർട്ടിക്കിൾസ് ആർ കൺഫൈൻഡ് ഇൻ എ ഫിസിക്കൽ വോളിയം അല്ലെങ്കിൽ ഫിസിക്കൽ സ്പേസ് ടു വോളിയം വി. അതായത് എല്ലാ പാർട്ടിക്കിളും കൺഫൈൻ ചെയ്തിട്ടുള്ളത് വി എന്ന് പറയുന്ന ഒരു വോളിയത്തിലാണ് എന്നാണ് ആദ്യത്തെ അസംഷൻ നമ്മൾ പറയുന്നത്. ഓൾ പാർട്ടിക്കിൾസ് ആർ കൺഫൈൻ ഇൻ എ വോളിയം വി. രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എനർജി വിൽ ബി ചേഞ്ച്. ദാറ്റ് ഈസ് E-Δ/2 മുതൽ E+Δ/2 വരെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി വേരി ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ രണ്ടാമത് കൊണ്ടുവരുന്ന അസംഷൻ. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഓഫ് ദ സിസ്റ്റം ആർ കൺഫൈൻ ഇൻ ഫിസിക്കൽ സ്പേസ് ടു വോളിയം വി. രണ്ടാമത്തത് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ലൈ ബിറ്റ്വീൻ ദ ലിമിറ്റ് E-Δ/2 ടു E+Δ/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞത് വി ക്യാൻ റൈറ്റ് ദാറ്റ് E-Δ/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു h ഈസ് എ ഫംഗ്ഷൻ ഓഫ് QP ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു E+Δ/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി Hamilton can be written as sigma I from 1 to 3n pi² divided by 2m. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജിൻ്റെ ടേംസ് മാത്രമേ പറയുന്നുള്ളൂ, പൊട്ടൻഷ്യൽ എനർജിൻ്റെ ടേംസ് പറയുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഗ്യാസിൻ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയതുകൊണ്ടാണ് നമ്മൾ ഹാമിൽട്ടൻ്റെ കേസിൽ നമ്മൾ എഴുതാത്തത്. കാരണം ഒരു ഐഡിയൽ ഗ്യാസിൽ പാർട്ടിക്കിൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആബ്സെൻ്റ് ആണ്. അതായത് ഇൻ ഐഡിയൽ ഗ്യാസ് ദർ ഇസ് നോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, സോ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞത് ഓൺലി ദ വാല്യൂ ഓഫ് മൊമെൻറ്റം ഓൺലി. അപ്പോൾ പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വാല്യൂ അവിടെ വരുന്നില്ല, പകരം മൊമെൻറ്റമായി മാത്രം വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ വോളിയത്തിൻ്റെ കേസിൽ മൊമെൻറ്റത്തെയും അതുപോലെ പൊസിഷനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ പൊസിഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടുത്തെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞത് 3n ആണ്. നമ്മൾ കാണുകയാണെങ്കിൽ വി ഗോട്ട് V⁴n എന്നതായിരിക്കും. V⁴n എന്നുള്ള ഒരു കേസായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ d3nq എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു V⁴n എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഒമേഗ ഈക്വൽ ടു V⁴n ദെൻ ഇൻ്റഗ്രൽ d3np എന്നതായിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മൾ വോളിയം വി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. എനർജി എന്ന് പറയുന്നത് എന്താണ്,
is varying, that is E minus delta by 2 is less than or equal to H less than or equal to E plus delta by 2 എന്നതാണ് അവിടുത്തെ എനർജി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് സിഗ്മ ഐ ഫ്രം 1 to n 3n പി ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് പവർ ഓഫ് n ഇൻ്റഗ്രൽ d3np that is equal to E minus delta by 2 less than or equal to sigma I p I square divided by 2m less than or equal to E plus delta by 2 എന്നതായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ 2m എന്നുള്ള വാല്യൂ കൊണ്ട് ഞാൻ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ 2m എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. അതായത് പി ഐയുടെ വാല്യൂ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുവരികയാണ്. പി ഐ സ്ക്വയർ അല്ല, വെറും പി ഐ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വിത്ത് പവർ ഓഫ് n ഇൻ്റഗ്രൽ എങ്ങനെ എഴുതാം, 2m ഇ മൈനസ് ഡെൽറ്റ ബൈ 2 സ്ക്വയർ റൂട്ട് ഉണ്ടാവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ പി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 d3np എന്നത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വി പവർ ഓഫ് n ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 2m ഇ മൈനസ് ഡെൽറ്റ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഫ്രം 1 to 3n പി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഒരു ഫിസിക്കൽ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഫിസിക്കൽ സ്പേസിലുള്ള ട്രാജക്ടറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോർ എ മൊമെൻറ്റം സ്പേസിൽ നമ്മൾ കാരണം പൊസിഷൻ ഇവിടെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, മൊമെൻറ്റം സ്പേസ് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മൊമെൻറ്റം സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഒരു ഹൈപ്പർ ഷെല്ലായിരിക്കും. ആ ഹൈപ്പർ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അത് നമുക്ക് പിക്ചറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ മൊമെൻറ്റം സ്പേസിലുള്ളത് കാണാണ്, ക്യൂ പി എന്നുള്ള കോർഡിനേറ്റ് കൊടുത്തു. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2m ഇ മൈനസ് ഡെൽറ്റ ബൈ 2 എന്നതായിരിക്കും. ഇവിടുത്തെ വാല്യൂ കിട്ടുന്നത് റൂട്ട് ഓഫ് 2m ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇതെന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒരു 3n ഡയമെൻഷനിലുള്ള 3n ഡയമെൻഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ, 6n ഡയമെൻഷൻ അല്ല. കാരണം മൊമെൻറ്റം സ്പേസ് മാത്രമാണ്, പൊസിഷൻ സ്പേസ് ഇവിടെ എന്താണ്, ആബ്സെൻ്റ് ആണ്. അപ്പോൾ 3n ഡയമെൻഷനിലുള്ള ഒരു ഹൈപ്പർ ഷെല്ലായിരിക്കും നമുക്ക് കിട്ടുക. അത് ബൗണ്ട് ചെയ്തിരിക്കുന്നത് 2 ഹൈപ്പർ സ്പിയർ വെച്ചിട്ടായിരിക്കും. ഇതൊരു ഹൈപ്പർ സ്പിയർ ആണ്, ഇത് മറ്റൊരു ഹൈപ്പർ സ്പിയർ ആണ്. അതിൻ്റെ റേഡിയസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, തിക്നെസ് ഓഫ് ദ ഹൈപ്പർ ഷെൽ ഈസ്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2m ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് 2m ഇ മൈനസ് ഡെൽറ്റ ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, തിക്നെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇയും കൂടി നമ്മൾ ഇതിന് പുറത്തേക്ക് എടുക്കുകയാണ്. റൂട്ട് ഓഫ് 2m ഇ 1 പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2e മൈനസ് റൂട്ട് ഓഫ് 2m ഇ 1 മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 2e. ഓക്കെ, ഇനി റൂട്ട് 2m ഇ എന്നുള്ളത് രണ്ടിലും കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. റൂട്ട് 2m ഇ പുറത്തേക്ക് എടുത്തു. ഇവിടെ വരുന്നത് 1 പ്ലസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 2e ഓൾ റേസ് ടു 1/2 മൈനസ് 1 മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 2e ഓൾ റേസ് ടു 1/2 എന്നതായിരിക്കും. ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ റൂട്ട് 2m ഇ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 4e മൈനസ് 1 മൈനസ് ഡെൽറ്റ മൈനസും പ്ലസ് ആയിട്ട് മാറും, ഡെൽറ്റ ഡിവൈഡ് ബൈ 4e എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യാൻസൽ ചെയ്ത് പോയി, ഡെൽറ്റ ഡിവൈഡ് ബൈ 4e പ്ലസ് ഡെൽറ്റ ഡിവൈഡ് ബൈ 4e ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2m ഇ ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2e എന്ന് കിട്ടും. ഓക്കെ, ദെൻ
ഇവിടെ ഇ വരുന്നുണ്ട്, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ഇ വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. സോ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ 2e ഓൾ റേസ് ടു 1/2. അപ്പോൾ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ഇൻറ്റു എം ഡിവൈഡ് ബൈ 2e ഓൾ റേസ് ടു 1/2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയം കാണണം. ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം കാണണം. വോളിയം കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ഹൈപ്പർ സ്പിയറിൻ്റെ റേഡിയസ് നമ്മൾ എന്ത് ചെയ്യണം? സർഫസ് ഏരിയ നമ്മൾ കണ്ടിട്ട് ഈ തിക്നെസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം കാണാൻ വേണ്ടി, വോളിയം ഓഫ് ദ ഹൈപ്പർ ഷെൽ കാണാൻ വേണ്ടി, ഫോർ എ മൊമെൻ്റ് സ്പേസ് കാണാൻ വേണ്ടി സർഫസ് ഏരിയ കൊണ്ട്, സർഫസ് ഏരിയ ഓഫ് ദ ഹൈപ്പർ സ്പിയർ ആണ് കേട്ടോ, ഷെല്ലല്ല, ഇൻറ്റു തിക്നെസ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പർ ഷെല്ലിൻ്റെ വോളിയം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈപ്പർ സ്പിയറിൻ്റെ റേഡിയസ് എന്നത് 2me എന്നതായിരിക്കും. ഓക്കെ, ഇത് ഷെല്ലായതുകൊണ്ടാണ് ഇ മൈനസ് ഡെൽറ്റ ബൈ 2 ഇ പ്ലസ് ഡെൽറ്റ ബൈ 2 ആയിട്ട് മാറിയത്. ഇതൊരു സ്പിയറായിട്ട് നമ്മൾ ഹൈപ്പർ സ്പിയറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ √2me എന്നതായിരിക്കും. അപ്പോൾ ഹൈപ്പർ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ആദ്യം കാണാം, എന്നിട്ട് തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സർഫസ് ഏരിയ കാണാൻ വേണ്ടി അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. എക്സ് എൻ ഓഫ് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു, എൻ എന്ന് പറഞ്ഞത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, ആർ എന്ന് പറഞ്ഞത് റേഡിയസ് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2π n ഡിവൈഡ് ബൈ 2 rth പവർ ഓഫ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ n ബൈ 2 മൈനസ് 1 ഓൾ ഫാക്ടോറിയൽ എന്നതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 3n ഡയമെൻഷനുള്ള ഒരു സ്പിയറാണ്. കാരണം പൊസിഷൻ ഇല്ല, മൊമെൻറ്റം മാത്രമാണ്, അങ്ങനത്തെ ഒരു സ്പിയറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 3n ഡയമെൻഷനിലുള്ള. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? 3n കൊടുക്കാം. ആർ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു √2me എന്നതാണ് നമ്മൾ പറഞ്ഞു. സോ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് 3n r is equal to 2π 3n by 2 2me റൂട്ട് വരുന്നുണ്ട്, സ്ക്വയർ റൂട്ട് ഓൾ റേസ് ടു 1/2. എന്നിൻ്റെ പകരം എന്ത് വെക്കാം? 3n by 2 മൈനസ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3n മൈനസ് എന്നിൻ്റെ വാല്യൂ 3n ആക്കി മാറ്റി, പിന്നെ ഇവിടെ പവർ വരുന്നതുകൊണ്ട് ഡിവൈഡ് ബൈ 2 എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത് എന്നിനെ നമ്മൾ 3n ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 3n ഡിവൈഡ് ബൈ 2 വരുന്നുണ്ട്, ഇവിടെ 3n മൈനസ് 1 ഡിവൈഡ് ബൈ 2. ഈ 2 വരുന്നത് ഈ സ്ക്വയർ റൂട്ടിൻ്റെ 1/2 വരുന്ന വാല്യൂ ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 3n ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 3n ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സർഫസ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ സർഫസ് ഏരിയനെ നമുക്ക് എന്ത് ചെയ്യണം? തിക്നെസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. വോളിയം എന്ന് പറഞ്ഞാൽ മൊമെൻ്റം സ്പേസിലുള്ള വോളിയം, വോളിയം ഓഫ് ഹൈപ്പർ ഷെൽ ഇൻ മൊമെൻ്റം സ്പേസ് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ d3np എന്നതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ d3np എന്ന് പറയുന്നത് സർഫസ് ഏരിയ, അതായത് വോളിയം ഓഫ് ഹൈപ്പർ ഷെൽ ഇൻ മൊമെൻ്റം സ്പേസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ഹൈപ്പർ ഷെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π 3n by 2 2me all power of 3n minus 1 divided by 2 all divided by 3n by 2 minus 1 factorial into thickness that is delta m divided by 2e all power of 1/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻ്റം സ്പേസിലുള്ള വോളിയമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ വോളിയം കാണാൻ വേണ്ടി മൊമെൻ്റം സ്പേസും അതുപോലെ കോർഡിനേറ്റ് സ്പേസിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് v പവർ ഓഫ് n. അപ്പോൾ ആ വാല്യൂ കൂടി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് v ഗോട്ട് ഒമേഗ എന്നുള്ളൊരു വാല്യൂ നമുക്കിവിടെ കിട്ടും. അതായത് ഒമേഗ സീക്വൽ ടു ഇൻ്റഗ്രൽ d3nq ഇൻ്റഗ്രൽ d3np എന്നുള്ള വാല്യൂ. അപ്പോൾ
അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് വി പവർ ഓഫ് എൻ. ഇതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എത്രയായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ 3n/2 2me all power of 3n minus 1 divided by 2 all divided by 3n/2 minus 1 factorial delta m divided by 2e all power of 1/2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ പൈൻ്റെ പവറിൽ 3n/2 ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി പവർ ഓഫ് എൻ 2 പൈ റേസ്റ്റ് ടു 3n/2 2me ഓൾ പവർ ഓഫ് 3n/2 പിന്നെ -1/2 ആണ്. അത് ഡിനോമിനേറ്ററിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2me ഓൾ റേസ്റ്റ് ടു 1/2 എന്ന് വരും. ദെൻ 3n/2 minus 1 factorial delta m divided by 2e all power of 1/2. ഓക്കെ, ഈ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി വേണമെങ്കിൽ പൈനെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ 2πme ഓൾ പവർ ഓഫ് 3n/2 എന്ന് എഴുതാം. നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഒമേഗ ഈക്വൽ ടു ദിസ് വൺ, ഇക്വേഷൻ നമ്പർ എ എന്നുള്ളൊരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ദിസ് വൺ. ഇനി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാമ ഈക്വൽ ടു നമ്മൾ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് സ്റ്റാറ്റി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാമ ഈക്വൽ ടു ഡോ സിഗ്മ ഡിവൈഡഡ് ബൈ ഡോ ഇ ഇൻറ്റു ഡെൽറ്റ എന്നുള്ളൊരു വാല്യൂ. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? 3n/2 ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഇ സിഗ്മ n, v, e. സിഗ്മയുടെ വാല്യൂ എന്തായിരുന്നു? സിഗ്മ n, v, e എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു വി പവർ ഓഫ് h³ ഓൾ റേസ്റ്റ് ടു n 2πme ഓൾ പവർ ഓഫ് 3n/2 ഡിവൈഡഡ് ബൈ 3n/2 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഗാമ ഈക്വൽ ടു 3n/2 ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഇ സിഗ്മ ദാറ്റ് ഈസ് വി പവർ ഓഫ് n ഡിവൈഡ് ബൈ h പവർ ഓഫ് 3n 2πme ഓൾ പവർ ഓഫ് 3n/2 ഡിവൈഡഡ് ബൈ ഇവിടെ 3n/2 ഫാക്ടോറിയൽ ഉണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? 3n/2 ഇൻറ്റു 3n/2 മൈനസ് 1 ഫാക്ടോറിയൽ ആക്കിയതാണ്. അതായത് എക്സ് ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഈ ഫോർമുലയാക്കി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിനെ മാറ്റി എഴുതി. ഓക്കെ, അപ്പോൾ ഗാമി നമുക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി. അതുപോലെ ഗാമ എന്ന് പറയുന്നത് മൈക്രോ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ വോളിയം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫണ്ടമെൻ്റൽ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ സ്റ്റേറ്റിൻ്റെ വോളിയം ദാറ്റ് ഈസ് ω0 ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ഗാമ എന്നുള്ള റിസൾട്ട് വെച്ച് നമുക്ക് ചെയ്യാം. ദാറ്റ് ഒമേഗ ഈക്വൽ ടു എന്തായിരുന്നു? വി പവർ ഓഫ് n 2 പൈ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എടുത്തു 2πme ഓൾ പവർ ഓഫ് 3n/2 ഡിവൈഡഡ് ബൈ 2me ഓൾ പവർ ഓഫ് 1/2 3n/2 മൈനസ് 1 ഫാക്ടോറിയൽ ഡെൽറ്റ m പവർ ഓഫ് 1/2 ഡിവൈഡ് ബൈ 2e പവർ ഓഫ് 1/2 ഓൾ ഡിവൈഡഡ് ബൈ ഗാമ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 3n/2 ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഇ. ഓക്കെ, വേണമെങ്കിൽ 3n/2 3n/2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് 3n/2 വേണ്ട. ഡെൽറ്റ ഡിവൈഡ് ബൈ ഇ വി പവർ ഓഫ് n ഡിവൈഡ് ബൈ h പവർ ഓഫ് 3n 2πme ഓൾ പവർ ഓഫ് 3n/2 ഡിവൈഡഡ് ബൈ 3n/2 മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 2πme 3n/2 ഉണ്ട്. ഇവിടെ 2π ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. 3n മൈനസ് ഇതുണ്ട്, അതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുപോലെ ഡെൽറ്റ വരുന്നുണ്ട്, ഡെൽറ്റ ഇവിടെയും വരുന്നുണ്ട്, അതും ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്നത് ഇവിടെ ഒരു m⁻½ ഉണ്ട്, ഇവിടെ ഒരു m⁻½ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ 2e ഓൾ പവർ ഓഫ് 1/2, ഇവിടെ 2e പവർ ഓഫ് ഓൾ റെസ്റ്റ് 1/2. അപ്പോൾ 2e എന്നവിടെ വരും.
ഈ ടൂം ക്യാൻസൽ ചെയ്ത് പോയി, ഈ ഇയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ടേം എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, പിന്നെ v⁻n വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു h⁻3n എന്നുള്ള വാല്യൂ ഉണ്ട്. അത് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ω0 = h⁻3n എന്ന് നമുക്ക് കിട്ടി. സോ ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു h⁻3n എന്നതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. h⁻3n. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു 3n ഡയമെൻഷനിലുള്ള ഒരു സ്പേസ് ആയിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് ω0 = h⁻3n എന്നതായിട്ട് നമുക്ക് കിട്ടി. ഇനി ലെറ്റ് എഫ് ഈസ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. h എന്ന് പറഞ്ഞാൽ എഫ് എന്നതാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്കിൽ ω0 = h⁻f എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദർ ഇസ് എ സിംപ്ലസ്റ്റ് വേ. അപ്പോൾ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ω0 = h⁻f എന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ഫണ്ടമെൻ്റൽ വോളിയം, ജനറൽ ഫോർമുല ഫോർ ദ ഫണ്ടമെൻ്റൽ വോളിയം. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു h⁻of ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സംഭവം ഹാർമോണിക് ഓസിലേറ്ററും കൂടി നമുക്ക് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം യൂസിങ് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.